أعوذ بالله من الشيطان الرجيم والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവൻ ഇഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ അടിയുറച്ചു മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ആഗ്രഹിച്ച കാര്യമാണ് തന്റെ ഇഖ്വാനിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങൾ നിങ്ങളുടെ ഇഖ്വാനല്ലേ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, നിങ്ങളെന്റെ അസ്ഹാബാണ്, എന്റെ ഇഖ്വാൻ എന്നെ കാണാതെ എന്നിൽ വിശ്വസിച്ച് ഈ ദീനിനെ പുൽകിയവരാണ്, അവരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വെച്ച് ഉമ്മത്ത് മുഹമ്മദിനെ കാണുമ്പോൾ അല്ലാഹുമ്മ ഇന്നഹും മിന്നി, അല്ലാഹുവേ, അവർ എന്റെ ജനതയാണ്, എന്നിൽപ്പെട്ടവരാണ്, അവരെ ഇങ്ങോട്ട് കടത്തിവിടൂ എന്ന് പറയുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഉമ്മത്ത് മുഹമ്മദിനും ഇടയിൽ മറയിട്ടുകൊണ്ട് അല്ലാഹു പറയും, ഇന്നക ലാ തദ്രി മാ ബദ്ദലു ബഅദക, താങ്കൾക്കറിയില്ല പ്രവാചകരെ, മരണശേഷം, താങ്കളുടെ കാലശേഷം അവർ ഈ ദീനിനെ എത്രത്തോളമാണ് മാറ്റിമറിച്ചിരിക്കുന്നത്, വെട്ടിത്തിരുത്തിയിരിക്കുന്നത് എന്ന് താങ്കൾക്കറിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുമ്പോൾ പ്രവാചകൻ പറയും, സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ബഅദി, എനിക്കു ശേഷം ഈ ദീനിനെ മാറ്റിമറിച്ചവരെ നിങ്ങൾക്ക് വിദൂരം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമെന്നാണ്. നമ്മെ കാണാൻ ഏറെ ആഗ്രഹിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കാണാനുള്ള അവസരം പരലോകത്ത് വന്നിണങ്ങുന്ന ആ ഒരു സമയത്ത് റസൂലുള്ളാഹി നമ്മെ, ഉമ്മത്ത് മുഹമ്മദിനെ ആട്ടിയോടിക്കാനുള്ള കാരണം ഈ ദീനിൽ മാറ്റം വരുത്തി എന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം, 1400 കൊല്ലം പഴക്കമുള്ള ഈ ദീന് മാറ്റമില്ലാതെ നിലനിൽക്കുമോ എന്നതാണ്. ദേശഭാഷ കാലഘട്ടങ്ങളുടെ മാറ്റവും വളർച്ചയും തളർച്ചയും ദീനിന്റെ ആശയാദർശങ്ങളെ തെല്ലും മാറ്റം വരുത്താതെ, തെല്ലും സ്വാധീനിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് സാധ്യമാണോ എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്താണോ പഠിപ്പിച്ചത് അതിൽ മാറ്റം വരുത്തിയവരെയാണല്ലോ ആട്ടിയോടിച്ചത്. അതുകൊണ്ട് തന്നെ അന്ന് പഠിപ്പിച്ച ആ ആശയത്തിൽ, അത് വിശ്വാസമാകട്ടെ, കർമ്മമാകട്ടെ, മറ്റു ദീനീയായ വിഷയങ്ങളാകട്ടെ, ഒരു മാറ്റവും ഉണ്ടാകരുതെന്നല്ലേ റസൂലുള്ള പറഞ്ഞതിന്റെ ഉദ്ദേശം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ, അത് പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ഈ ദീനിനെ, ഈ ഖുർആനിനെ നാമാണ് ഇറക്കിയത്, നാം അതിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിന്റെ വ്യാഖ്യാനമായ സുന്നത്തിനെയും ഈ ദീനുൽ ഇസ്ലാമിനെയും അള്ളാഹു സംരക്ഷിക്കും എന്നുള്ളതാണ്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടതെല്ലാം അള്ളാഹു ഇവിടെ സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. ഹദീസുകളെ ക്രോഡീകരിച്ചു പണ്ഡിതന്മാർ. ഹദീസുകൾ സ്വീകാര്യയോഗ്യരായിട്ടുള്ള റാവിമാരാരൊക്കെയാണ് എന്നത് കൃത്യമായി അവരുടെ ജീവിത ചരിത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വിവരിച്ച് വ്യവസ്ഥാപിതമായി അത് സൂക്ഷിച്ചു ഭദ്രമായി വച്ചിട്ടുണ്ട്. സ്വീകാര്യരായ മുഹദ്ദിസുകൾ ആരൊക്കെയാണ്, റാവിമാർ ആരൊക്കെയാണ്, അസ്വീകാര്യരായിട്ടുള്ള റാവിമാർ ആരൊക്കെയാണ്, ഇതെല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന് ഉസൂലു തഫ്സീർ, വ്യാഖ്യാനത്തിന് അടിസ്ഥാനങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ഹദീസിന് ഉസൂലുൽ ഹദീസ്, ഹദീസിന്റെ നിദാന ശാസ്ത്രങ്ങളുണ്ട്. ഇതെല്ലാം ഖുർആനിനെയും പ്രവാചകന്റെ സുന്നത്തിനെയും അന്യൂനമാക്കി, കൈകടത്തലുകളിൽ നിന്ന് മുക്തമാക്കി നിലനിർത്താൻ വേണ്ടി
അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധപൂർവം ഇടപെട്ട് ചെയ്തിട്ടുള്ളതാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണെങ്കിൽ പോലും ഈ ദീനിനെ മാറ്റം വരുത്താതെ കാത്തുസൂക്ഷിക്കാൻ നമ്മുടെ മുന്നിൽ ഒരു വഴിയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ മൻഹജുസ് സലഫ് എന്ന് പറയുന്നത്. അത് ഗൾഫ് ഇറക്കുമതിയല്ല, ആരുടെയെങ്കിലും താൽപര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, സംഘടനകൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ തീർക്കാൻ കണ്ടെത്തിയ കണ്ടെത്തലല്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ ഒരു ഉരക്കല്ലാണ് യഥാർത്ഥത്തിൽ സലഫി മൻഹജ് സലഫ് എന്ന് പറയുന്നത്. ആരാണ് ഈ ഒരു എന്താണ് മൻഹജ് എന്ന് പറഞ്ഞാൽ? മൻഹജ് എന്ന് പറഞ്ഞാൽ പാത എന്നാണ് അർത്ഥം. സലഫ് എന്ന് പറഞ്ഞാൽ സലഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ആദ്യ തലമുറ, അതായത് സഹാബത്തി എന്നാണ് അതിന്റെ ഉദ്ദേശം. ആ സഹാബത്തിന്റെ മാർഗം ഫോളോ ചെയ്ത് പോന്ന ഉലമാക്കളുടെ മാർഗം, ആ മാർഗമാണ് യഥാർത്ഥത്തിൽ മൻഹജുസ് സലഫ് എന്ന് പറയപ്പെടുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉരക്കല്ല് വിട്ടേച്ചിട്ടാണ് ഇവിടെ പോയിട്ടുള്ളത്. സമകാലികമായി ചർച്ച ചെയ്യപ്പെടുന്ന ഏത് ഇസ്ലാമിക വിഷയത്തെയും നാം ആ ഉരക്കല്ല് വെച്ചിട്ടാണ് അളന്നു നോക്കേണ്ടത്, അതിന്റെ ഒറിജിനാലിറ്റിയെ നാം പരിശോധിച്ചു നോക്കേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ. ബനു ഇസ്രായീൽ 71ഉം 72ഉം കക്ഷികളായി ഭിന്നിച്ചു. എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കുമെന്ന് തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഭിന്നതയിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണ്, നമ്മൾ ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കല്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയായിട്ട് അല്ലാഹു 3 കാര്യം ചോദിക്കാൻ അവസരം കൊടുത്തപ്പോൾ അതിൽ ചോദിച്ച ഒരു കാര്യം എന്റെ ഉമ്മത്തിൽ ഭിന്നത ഉണ്ടാക്കല്ലേ എന്നാണ്. അല്ലാഹു 2 കാര്യത്തിന് മറുപടി കൊടുത്തു. ഒന്നാമത്തെ ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുകയുണ്ടായി. എന്റെ ഉമ്മത്തിൽ ഭിന്നതയുണ്ടാകുമെന്ന് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 73 ചിന്താധാരകളായിട്ട് ഈ വിഭാഗങ്ങൾ ഭിന്നിക്കും. ഒരുപക്ഷെ വിവിധ ഘടകങ്ങളുണ്ടാകാം, വിവിധ കൂട്ടായ്മകളുണ്ടാകാം, അത് 1000-നു മീതെയുണ്ടാകാം. ഒരുപക്ഷെ കാലങ്ങൾ ഇന്നോളമായിട്ടുള്ള പരിചയം വെച്ചിട്ട് അതിനു മീതെയും എണ്ണമുണ്ടാകാം. പക്ഷേ എല്ലാം ഒന്നിനൊന്നിന്റെ ശാഖോപശാഖകളായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. പല പേരുകളായിട്ടായിരിക്കാമെങ്കിൽ പോലും പലതും ചെന്നു ചേരുന്നത് ഒരു മൻഹജിലായിരിക്കാം. അങ്ങനെ 73 വിഭാഗങ്ങളായിട്ട് എന്റെ ഉമ്മത്ത് മാറുമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉരക്കല്ല് വിട്ടേച്ചുപോയി. എന്താ പ്രവാചകൻ പറഞ്ഞത്? 73-ൽ ഒരു വിഭാഗം സ്വർഗത്തിൽ പോകും. ആരാണ് ഒരു വിഭാഗം ആളുകൾ? മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും എങ്ങനെയാണോ ദീനിന്റെ വിശ്വാസത്തെ, ആചാരങ്ങളെ, കർമാനുഷ്ഠാനങ്ങളെ നോക്കിക്കണ്ടത്, ഖുർആനിനെയും ഹദീസിനെയും സ്വഹാബത്തും ഞാനും എങ്ങനെയാണോ നോക്കിക്കണ്ടത്, അങ്ങനെ നോക്കിക്കാണുന്ന ഒരു വിഭാഗം ആളുകളായിരിക്കും സ്വർഗത്തിൽ പോവുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആകെ കൺഫ്യൂഷനാണ് എനിക്ക്. എല്ലാവരും ഓതുന്നത് ഖുർആനാണ്, എല്ലാവരും പറയുന്നത് ഹദീസാണ്, എല്ലാവരും ഉദ്ധരിക്കുന്നത് പണ്ഡിതന്മാരെയാണ്. ഏതാണ് ശരിയെന്ന് ഞാനെങ്ങനെ തെരഞ്ഞെടുക്കും എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടുള്ള ഒരു മാപിനിയാണ്, അളവുകോലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മൻഹജ് എന്ന് പറയുന്നത്. അതായത് ഞാനും എന്റെ സഹാബത്തും എങ്ങനെയാണോ ആയത്തുകളെ നോക്കിക്കണ്ടത്, ഹദീസുകളെ നോക്കിക്കണ്ടത്, വിശ്വാസാചാര അനുഷ്ഠാനങ്ങളെ നോക്കിക്കണ്ടത്, ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളെയും നോക്കിക്കണ്ടത്, അങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണേണ്ടത്. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നത്. നബിക്കറിയാത്ത ഒരു കാര്യം പഠിപ്പിക്കാൻ മികവുള്ള ഒരുത്തനും ലോകാവസാനം വരെ കടന്നു വരാൻ ഇല്ല. അങ്ങനെ ഒരാൾ ഉണ്ടാവുകയുമില്ല. ലാ നബിയ്യ ബഅദി, എനിക്കു ശേഷം പ്രവാചകൻ വരാനില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇതാ ഇസ്ലാമിലേക്കുള്ള വിശ്വാസവും കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാ ബേസും ഇതാ ഇവിടെ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആരും പുതിയതായി ഒന്നും കടത്തിക്കൂട്ടേണ്ട ആവശ്യമില്ല. ഇതിലുള്ളതൊന്നും നഷ്ടപ്പെടുത്താൻ ആരും വ്യഗ്രത കാണിക്കേണ്ടതില്ല. ഇത് ഞങ്ങൾക്ക് യോജിക്കുന്നില്ല, ഇത് ഞങ്ങൾക്ക് ശീലമില്ല, ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഇത് കാലത്തിന് യോജിച്ചതല്ല എന്നും പറഞ്ഞ് ഇസ്ലാമിലുള്ളതിനെ തള്ളിക്കളയാൻ ആരും ഉരുമ്പിട്ടിറങ്ങേണ്ടതില്ല. അതിനാർക്കും ഇവിടെ റൈറ്റ് ഇല്ല. ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യം സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണ്
ശരിയാണ്, പ്രവാചകനോടുള്ള സ്നേഹമാണ്, പുണ്യകർമ്മമല്ലേ, ദിക്റല്ലേ, ദുആയല്ലേ, ആചാരമല്ലേ, അനുഷ്ഠാനമല്ലേ, ആളുകൾ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് യാസീൻ ഓതുകയല്ലേ, ഇത്തരം ഗവേഷണങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത ഒന്ന്, നബിയെ ആദ്യമായി കേട്ട സഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ, എന്താണ് അവരെക്കുറിച്ച് നമ്മുടെ വിശ്വാസം? ഇസ്ലാമിൽ വിശ്വസിച്ച് ഇസ്ലാമിലായി മരിച്ച് പ്രവാചകന്റെ കൂടെ സഹവസിച്ച് പ്രവാചകനെ കണ്ട് വിശ്വാസം പുൽകി വിശ്വാസത്തിൽ മരിച്ച സ്വഹാബത്ത് അവരാരാണ് സഹോദരന്മാരെ? ആ സ്വഹാബത്തിനോളം മികവുള്ള ഏത് പണ്ഡിതനാണ് ഇവിടെ ഉള്ളത്? ഏത് നേതാവാണ് ഇവിടെ ഉള്ളത്? അവരെ വെല്ലാനും അവരെ തിരുത്താനും അവർ മോശമാണെന്ന് പറയാനും അവർ കാഫിറുകളാണെന്ന് പറയാനും അവരെ ചീത്ത വിളിക്കാനും ആർക്കാണ് ഇവിടെ സാധിക്കുക? ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സഹാബത്തിനെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. മൻ കാന മുസ്തന്നൻ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത്, ആരെയെങ്കിലും പിൻപറ്റുന്നുവെങ്കിൽ അവർക്ക് മുമ്പ് മരിച്ചുപോയവരെ പിൻപറ്റട്ടെ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആരെയാണ് ഉദ്ദേശിച്ചത്? അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ശരിയായ ദീനിൽ 17 തവണ നെഞ്ചത്ത് കൈകെട്ടിവെച്ച് നാം ചോദിക്കുന്ന സിറാത്തുൽ മുസ്തഖീം അതാരുടെ പാതയാണ്? അത് നബിയുടെയും സഹാബത്തിന്റെയും താബിഈകളുടെയും തബഉ താബിഈകളുടെയും പാതയാണ്. എന്റെ ഉമ്മത്തിലെ ഏറ്റവും നല്ല തലമുറ, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ കൂടെ ജീവിച്ച തലമുറയാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. പടച്ച റബ്ബ് പടപ്പുകളുടെ മുഴുവൻ ഹൃദയങ്ങളിലേക്കും നോക്കി മികവുറ്റ ഒരു ഹൃദയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയമായി തെരഞ്ഞെടുത്തു. പിന്നീടുള്ള ആളുകളുടെ ഹൃദയം നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ഹൃദയം തെരഞ്ഞെടുത്തതിന് ശേഷം തെരഞ്ഞെടുത്തത് സഹാബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. നബിയുടെ കൂടെ ജീവിക്കാൻ യോഗ്യരായിട്ടുള്ള മുത്തുമണികളെ അള്ളാഹുവിന്റെ പ്രവാചകൻ മനുഷ്യകുലത്തിന്റെ മുഴുവൻ ഹൃദയത്തിലേക്കും നോക്കിയിട്ട് തെരഞ്ഞെടുത്തതാണെന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും മികച്ചവർ എന്ന് പറയുന്നത് സ്വഹാബത്താണ്. ഈ ഉമ്മത്തിലെ ആദ്യത്തെ തലമുറ എന്ന് പറയുന്ന ആ സ്വഹാബത്താണ്. അവരാരാണ്? أبر هذه الأمة قلوبا وأعمقها علما وأقلها تكلفا قوم اختارهم الله لصحبة نبيه صلى الله عليه وسلم. ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല പുണ്യവാളന്മാർ അവരാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും ദീനിൽ അറിവുള്ളവർ അവരാണ്. ഈ ഉമ്മത്തിൽ കപടതയില്ലാത്ത, നാട്യങ്ങളില്ലാത്ത, അഭിനയങ്ങളില്ലാത്ത ഒരു ജനപദം എന്ന് പറയുന്നത് ആ സ്വഹാബത്താണ്. അള്ളാഹു നബിയുടെ കൂടെ സഹവസിക്കാൻ തെരഞ്ഞെടുത്തവരാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എന്ന് പറയുന്നത്. അവരെ പിൻപറ്റാനാണ് അള്ളാഹ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ മൻഹജ് നിങ്ങൾ പിൻപറ്റണമെന്നാണ്. മയ്യഇശ് മിൻകും ബഅദി വസയറ ഇഖ്തിലാഫൻ കസീറ അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ. ഇസ്ലാം സംസാരിക്കുന്നത് തെളിവുകൾ കൊണ്ടാണ്. ഏതെങ്കിലും ഉട്ടോപ്യ നിരത്തിയിട്ടല്ല സംസാരിക്കുന്നത്. ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും വാക്കുകളല്ല നമുക്കുദ്ധരിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും സ്വഹീഹായ ഹദീസുകളും കൊണ്ടാണ് ഇസ്ലാമിലെ ഒരു കാര്യത്തെ നാം സംസാരിക്കുന്നതും സ്ഥാപിക്കുന്നതും. അതിന് വിരുദ്ധമായി ഒരു കാര്യം പറഞ്ഞാൽ അത് എനിക്ക് പറ്റിയ തെറ്റാണെന്ന് പറയൽ എന്റെ മേൽ ബാധ്യതയാണ്. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യം പടച്ച റബ്ബിന്റെ പേരിൽ പറയുക എന്നത് ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണ്. ഷിർക്കിനേക്കാളും കുഫ്റിനേക്കാളും വലിയ കുറ്റമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അറിവില്ലാത്തത് സംസാരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രമാണമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ പ്രമാണം നമ്മളോട് പഠിപ്പിക്കുന്നത് എനിക്കു ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കയാൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അലൈക്കും ബിസുന്നതി, ആ സമയം നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ, എന്റെ കൂടെ ജീവിച്ച ഖുലഫാഉർ റാഷിദീങ്ങളുടെ സ്വഹാബത്തിന്റെ ചര്യയെ നിങ്ങൾ പിൻപറ്റണം എന്നുള്ളതാണ്. ആ ചര്യയെ പിൻപറ്റുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് അതിനെ കടിച്ചു പിടിക്കണം എന്നതാണ്. കാരണം അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിച്ചത്. അവരാണ് പ്രഥമ ഓഡിയൻസ് ആയിട്ടുള്ളത്. ഓരോ ആയത്തും എവിടെയാണ് ഇറങ്ങിയത്, ആരുടെ വിഷയത്തിലാണ് ഇറങ്ങിയത്, എന്തിനാണ് ഇറങ്ങിയത്, അതിന്റെ അവതരണവും അതിന്റെ സന്ദർഭങ്ങളും അതിന്റെ സാഹചര്യങ്ങളും അതിലുള്ള അഹ്കാമുകളും സകലതും അറിയുന്നത് അവർക്കാണ്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അത് പ്രവാചകന്റെ ജന്മദിനമാണോ എന്ന് ഉറപ്പുപോലുമില്ലാത്ത ദിനരാത്രങ്ങളെ തെരഞ്ഞെടുത്ത് ആഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മുമ്പ് കാലത്തെ ആഘോഷിക്കുന്ന പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് 3 നൂറ്റാണ്ടിൽ നിന്ന് തെളിവില്ല എന്നാണ്. ഹിജ്റ 300 ശേഷം വന്നതാണ് എന്നാണ്. എന്നാൽ പിൽക്കാലത്തെ പണ്ഡിതന്മാർക്ക്
വിമർശനങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്വമേധയാൽ ചില ആയത്തുകളും ഹദീസുകളും പടച്ചുണ്ടാക്കുകയാണ് ഉണ്ടായത്. ആയത്തുകൾ ഉദ്ധരിക്കുമ്പോൾ, ഹദീസുകൾ പറയുമ്പോൾ അവിടെയുള്ള ഏറ്റവും വലിയ ചോദ്യം, ഈ ആയത്തോതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ ആയത്ത് കേട്ട സഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഒരു ആയത്തെടുത്ത് അതിലുള്ള വിശ്വാസം വിശ്വസിച്ച് അതിലുള്ള കർമ്മം ആചരിച്ച് അതിലുള്ള സ്വഭാവം ഫോളോ ചെയ്ത് മുന്നോട്ട് പോയ സഹാബത്ത്, ഫബിദാലിക ഫല്യഫ്റഹു, ഇതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക എന്ന ആയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ളതായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നബി പറഞ്ഞില്ല, എന്തുകൊണ്ട് സ്വഹാബത്ത് അനുഷ്ഠിച്ചില്ല എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. അതുകൊണ്ട് പ്രഥമ ഓഡിയൻസിന് മനസ്സിലായില്ല, ഖുർആൻ ഓതിക്കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായില്ല, വഹീ ഇറക്കിക്കൊടുത്ത് എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊടുത്ത ജിബ്രീലിന് പോലും മനസ്സിലായില്ല. എന്നാൽ പിൽക്കാലക്കാർക്കാണ് മനസ്സിലായത് എന്ന് വന്നാൽ തന്നെ അത് വഴിപിഴവിന്റെ മാർഗമാണ്. അതുകൊണ്ട് പിഴക്കാത്ത മാർഗം സിറാത്തുൽ മുസ്തഖീം, അൽ ഫിർഖത്തുൻ നാജിയ എന്ന് പറയുന്നത് നബിയുടെയും സഹാബത്തിന്റെയും ആദ്യത്തെ ഉത്തമ തലമുറയുടെയും മാർഗമാണ്, മാതൃകയാണ്, പാതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പാതയെ പിൻപറ്റാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അവരാണ് ദീനിന്റെ സാക്ഷിയായിട്ടുള്ള ആളുകൾ. ആ പാതയെ പിൻപറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അബദ്ധം സംഭവിക്കേണ്ട, നിരാശപ്പെടേണ്ട, ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്, റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങൾക്ക് മുമ്പ് വിശ്വാസം പുൽകിയവർക്കും നീ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാനിൽ ഞങ്ങളുടെ മുൻകടന്നവർ എന്ന് പറഞ്ഞത് സ്വഹാബത്തിനെ കുറിച്ചാണെന്ന് മുഫസ്സിറുകൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്ലാമികമായ ഏത് വിഷയങ്ങളുടെയും ആധാരം ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എവിടെയാണ് ആയത്തുള്ളത്, എവിടെയാണ് ഹദീസ് ഉള്ളത്, പ്രവാചകൻ ചെയ്തോ, പ്രവാചകൻ പറഞ്ഞോ, പ്രവാചകൻ മൗനാനുവാദം കൊടുത്തോ, ഇതിന് വല്ല തെളിവുമുണ്ടോ എന്നതാണ്. അവർ എഴുതി വെച്ചില്ലേ എന്നതല്ല, നിങ്ങൾ അങ്ങനെ മറ്റൊരു കാര്യം ചെയ്തില്ലേ എന്നതല്ല. ഒരു കാര്യത്തിന് തെളിവ് ചോദിക്കുമ്പോൾ ആ കാര്യത്തിലുള്ള തെളിവാണ് പറയേണ്ടത്. ഒരാൾ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നെറ്റി മണ്ണിൽ കുത്തിയിട്ട് സുജൂദ് ചെയ്യണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനുള്ള തെളിവാണ് പറയേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഊരവേദന വരുമ്പോൾ മുട്ടുകുത്തി നിലത്ത് തലകുത്തി പിടിക്കാറില്ലേ എന്നല്ല അതിന്റെ ചോദ്യം. ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനുള്ള തെളിവാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. എങ്കിലേ ഇസ്ലാമാവുകയുള്ളൂ. ഇസ്ലാമിന്റെ ഏതൊരു വിഷയത്തിലും അതാണ് സഹോദരന്മാരെ ഉള്ളത്. നോക്കൂ, നിങ്ങൾ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് സ്നേഹിച്ചത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വേദന കൊണ്ട്, വിഷമം കൊണ്ട്, ദുഃഖം കൊണ്ട് കരയുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, വാ ഹസ്ന, എന്റെ ദുഃഖമേ എന്ന് പറഞ്ഞ് അവർ വ്യസനം പ്രകടിപ്പിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, എന്ത് സന്തോഷം, ഇപ്പോൾ ഞാൻ മരിച്ചാൽ എനിക്കെന്റെ നബിയെ കാണാമല്ലോ എന്നാണ്. നോക്കൂ, നിങ്ങൾ മരണത്തിന്റെ വേളയിൽ പോലും അവർക്ക് നബിയോടുള്ള ആ ഒരു ഇഷ്ക് എത്രത്തോളമായിരുന്നു എന്നതാണ് ആ ഒരു സംഭവം തെളിയിക്കുന്നത്. പ്രവാചകന്റെ വിയോഗശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചിട്ടില്ല എന്നത് ചരിത്രത്തിൽ നമ്മൾ കേട്ടതാണ്. ഉമറിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം ബാങ്ക് വിളിക്കാൻ തുനിഞ്ഞപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന നാമം ഉച്ചരിച്ച് അദ്ദേഹം ബോധരഹിതനായി വീണതാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതെങ്കിൽ അവരാരും നബിയെ സ്നേഹിച്ചില്ലേ എന്ന ചോദ്യത്തിന് സഹോദരങ്ങളെ എന്താണ് മറുപടി പറയാനുള്ളത്? അവരൊക്കെ വലിയ വലിയ ആളുകളാണ്, നമ്മൾ അങ്ങനെയല്ലല്ലോ എന്നതാണോ അതിന്റെ ന്യായം? അവരാണ് സ്വർഗത്തിലേക്ക് മുൻകടന്നുപോയ അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറദു അൻ. സാബിഖീങ്ങൾ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് മുൻകടന്നവർ സ്വഹാബത്ത്, മുഹാജിറുകളും അൻസ്വാരികളുമാണ്. അവരോടൊപ്പം സ്വർഗത്തിൽ പോകുന്നത് ആരാണ്? വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ഇഹ്സാനോടുകൂടെ അവരെ ഫോളോ ചെയ്തവരാണ്. അവരെ ഫോളോ ചെയ്താലാണ് നമുക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, അവരുടെ സ്നേഹം എത്രത്തോളം അഗാധമായിരുന്നു എന്നത് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നോക്കൂ, അബൂ സുഫിയാൻ ശത്രുവാണ് ആ കാലത്ത്. അദ്ദേഹം പറയുന്ന കാര്യം, മാ റഅയ്തു മിനൻ നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദിനെ തന്റെ അനുചരന്മാർ സ്നേഹിക്കുന്നത് പോലെ ഒരാളും തന്റെ നേതാവിനെ സ്നേഹിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല.
അത്രയും അധികം. കാരണം ഒരാളെ സ്നേഹിക്കാൻ എന്തെല്ലാം ക്രൈറ്റീരിയാസ് ഉണ്ടോ അതെല്ലാം നബിയിൽ ഒത്തിണങ്ങി വന്നിട്ടുണ്ട്. മാത്രവുമല്ല എല്ലാവർക്കും, ഒരാൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നില്ല. അത് വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണല്ലോ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വസുഇല അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാ, നബിയോട് നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു? ഖാല, അദ്ദേഹം പറയാണ്, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അല ദമ. അദ്ദേഹം പറയാണ്, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത്. ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ മക്കളേക്കാൾ, ഞങ്ങളുടെ പിതാക്കന്മാരെക്കാൾ, ഞങ്ങളുടെ മാതാക്കളെക്കാൾ, വമിനൽ മാഇൽ ബാരിദി അല ദമ, കനത്ത ചൂടിൽ കടുത്ത ദാഹത്തിൽ കയ്യിൽ കിട്ടുന്ന ഒരു തുള്ളി തണുത്ത വെള്ളത്തെക്കാളും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു എന്ന് നബിയോടൊത്ത് ജീവിച്ച ആ സ്വഹാബത്ത്. സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുന്നു, നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, നമ്മുടെ മറ്റു പല കാര്യത്തെയും സ്നേഹിക്കുന്നു, നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കുന്നു. അങ്ങനെയാണല്ലോ, നീ നിന്നെ സ്നേഹിക്കണമെന്നാണ് ഇപ്പോ എല്ലാവരും പഠിപ്പിക്കുന്നത്. ഓക്കെ, അവിടെ കിടക്കട്ടെ. എന്നിരുന്നാലും ആ സ്നേഹങ്ങൾക്കിടയിൽ നബിയോട് ഇന്നത്തെ കാലത്ത് ജീവിക്കണം നമ്മക്ക് എത്ര സ്നേഹമുണ്ട് സുഹൃത്തുക്കളെ. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത, അതിരില്ലാത്ത സ്നേഹമായിരുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്തിനുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ മഹബ്ബത്ത് റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം എന്ന വിഷയത്തിലും നാം ആ മാതൃകയാണ് പിൻപറ്റേണ്ടത്. എല്ലാ വിഷയങ്ങളിലും നാം ആ ഒരു മാതൃക പരിശോധിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകേണ്ടത്. ആ ഒരു മാതൃകയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഒരുപക്ഷെ നാം പുത്തൻവാദി എന്ന് വിളിക്കപ്പെട്ടാലും നബിയോട് സ്നേഹമില്ലാത്തവനെന്ന ലേബലടിച്ചാലും അതൊന്നും തൽക്കാലം നമുക്കൊരു പ്രശ്നമല്ല. ഹക്കിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ലോകാവസാനം വരെ ഞാനും എന്റെ സഹാബത്തും നിലയുറപ്പിച്ച ഒരു മാർഗത്തിൽ ഒരു വിഭാഗം എക്കാലത്തും ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വിഭാഗത്തിന്റെ കൂടെയാണോ, ആ ആദർശത്തിലും വിശ്വാസത്തിലുമാണോ ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളിലും നാം ഉള്ളതെന്ന് ഉറപ്പിച്ചുകൊണ്ട് ശരിയായ സ്ട്രൈറ്റ് വേയിൽ, സിറാത്തുൽ മുസ്തഖീമിൽ, ആ ഫിർഖത്തുൻ നാജിയ, സ്വർഗത്തിൽ പോകുന്ന ആ ഒരു ധാരാളം ഫിറഖുകൾക്കിടയിലെ ആ ഒരു വിഭാഗത്തിൽപ്പെടാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ ഉപദ്രവിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവിടേക്ക് കടന്നു ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. അവർ നബിയിൽ നിന്ന് കൈമാറ്റി അബൂബക്കറിലേക്ക് തിരിയുകയും അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തുകയും അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം ബോധം തിരിച്ചു കിട്ടി. ശരീരം മൊത്തം അടിയുടെ വേദനയും പ്രയാസങ്ങളും എല്ലാം വന്ന് നീരുവന്ന് തടിച്ച് നിൽക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ക്ഷീണം വകവയ്ക്കാതെ അദ്ദേഹം നബിയെ നേരിൽ കാണാൻ വേണ്ടി അങ്ങോട്ട് കുതിക്കുകയാണ്. ഹിജറയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടുന്നില്ല. സഹാബത്തിൽ പലരും ഹിജറയ്ക്ക് പുറപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂബക്കർ, എന്റെ ഹിജറയുടെ യാത്രയിൽ താങ്കളായിരിക്കും എന്റെ കൂടെ. ഇത് കേട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ണു നിറച്ച് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഹിജറക്ക് കൂടെ കൂട്ടിയ സന്തോഷത്തിലായിരുന്നു അദ്ദേഹം. ഹിജറക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ കുറച്ചുനേരം അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ മുന്നിൽ നടക്കുമായിരുന്നു. അല്പനേരം കഴിഞ്ഞാൽ പിന്നിൽ നടക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അബൂബക്കർ, താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? താങ്കൾ കുറച്ച് മുന്നിലേക്ക് നടക്കുന്നു, പിന്നീട് താങ്കൾ പിന്നിലേക്ക് നടക്കുന്നു, എന്താണ് താങ്കൾ ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ, മുന്നിൽ നടക്കുമ്പോൾ എന്റെ മനസ്സിലുള്ള ആധി പിന്നിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾ ആക്രമിക്കുമോ എന്നാണ്. പിന്നിൽ നടക്കുമ്പോൾ എന്റെ മനസ്സിലുള്ള ആധി മുന്നിൽ നിന്ന് താങ്കളെ ആരെങ്കിലും ആക്രമിക്കുമോ എന്നുള്ളതാണ്. ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിച്ച ഈ അനുചരന്മാരുടെ ചരിത്രത്തിലെ
ഏറ്റവും സുന്ദരമായ ചില നിമിഷങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ മണിക്കൂറുകളോളം പറയാൻ വിശാലമായി കിടക്കുന്ന സംഭവ ബഹുലമായ ചരിത്രങ്ങൾ നമുക്ക് നബിസ്നേഹമെന്ന വിഷയത്തിൽ പറയാനുണ്ടെങ്കിൽ ആ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് രീതിക്കായിരിക്കണം സ്നേഹിച്ചിട്ടുണ്ടാവുക എന്നത് ബുദ്ധിയും ചിന്തയുമുള്ള ആളുകൾക്ക്, തന്റെ വിശ്വാസവും ആചാരവും മറ്റൊരാൾക്കും പണയപ്പെടുത്തിയിട്ടില്ലാത്ത തന്റെ ഇടമുള്ള ചിന്തയും അറിവും പഠിക്കാൻ കഴിവുമുള്ള ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. പാരമ്പര്യത്തിന്റെ പേരിൽ നാം എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടു നടക്കും, എത്ര കാലം കൊണ്ടു നടക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പാരമ്പര്യപ്രകാരമാണ് സംസാരിച്ചിരുന്നതെങ്കിൽ നബിയുടെ പാരമ്പര്യം എന്തായിരുന്നു? സ്വഹാബത്ത് അവരുടെ പാരമ്പര്യത്തെയാണ് പിൻപറ്റിയിരുന്നതെങ്കിൽ സ്വഹാബത്തിന്റെ പാരമ്പര്യം എന്തായിരുന്നു? സ്വഹാബത്തിന്റെ പിതാക്കന്മാരുടെ ജോലി എന്തായിരുന്നു? ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ മാർഗമാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇബ്രാഹിം നബി ചെയ്യേണ്ടിയിരുന്നത് പുതിയ ഒരു ബ്രാഞ്ച് വിഗ്രഹ നിർമ്മാണത്തിന്റെ ഒരു പ്രൊഡക്ഷൻ ഏരിയ പുതിയത് നിർമ്മിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇബ്രാഹിം നബി അതല്ലല്ലോ ചെയ്തത്. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. ഈ കാണാത്ത കേൾക്കാത്ത ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയാത്തതിന് എന്തിനാണ് പിതാവെ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിച്ച ആ ഇബ്രാഹിം നബിയുടെ വഅല മില്ലത്തി ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ ഇതാ ഞങ്ങൾ നേരം പുലരുന്നു എന്ന് പറഞ്ഞ വിശ്വാസികളായ നമ്മളോട് ആര് പറഞ്ഞു പാരമ്പര്യം പിൻപറ്റാൻ? ഏത് പാരമ്പര്യമാണ് നാം പിൻപറ്റേണ്ടത്? നമ്മളോട് ആര് പറഞ്ഞു അന്ധമായി പണ്ഡിതന്മാരെ ഫോളോ ചെയ്യാൻ? ഇന്ന ആളുകളൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് നരകത്തിലാണെങ്കിൽ ഞമ്മക്കും നരകത്തിൽ കിടക്കാം, ഓലൊന്നുമില്ലാത്ത സ്വർഗത്തേക്ക് ഞമ്മക്ക് പോണ്ട എന്ന് പറയാൻ എവിടെ നിന്നാണ് നമുക്ക് ധൈര്യം കിട്ടിയത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മളോട് പറഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ പ്രപിതാക്കളെ പിൻപറ്റിക്കോളൂ എന്ന്? നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരെ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോളൂ എന്ന്? നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സുഖവും നിങ്ങളുടെ ആർഭാടവും നിങ്ങളുടെ ആനന്ദവും നിങ്ങളുടെ ഗ്യാങ്ങിന്റെ വൈബുമാണ് നിങ്ങൾ പിൻപറ്റേണ്ടതെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നത് രണ്ട് കാര്യമാണ്, അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോവില്ല. അത് ഖുർആനും സുന്നത്തുമാണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തിയത്? നാളെ നരകത്തിൽ ആളുകൾ മുൻഗാമികളെ പഴിക്കൂലേ, പണ്ഡിതന്മാരെ പഴിക്കൂലേ? അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദൂന സബീല. ഞങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും പിൻപറ്റിപ്പോയി, അവരാണ് ഞങ്ങളെ ശരിയായ വഴിയിൽ നിന്ന് ദുർവ്യാഖ്യാനിച്ച് തെറ്റിച്ചു കളഞ്ഞതെന്ന് പരലോകത്ത് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? പാരമ്പര്യത്തെ കുറ്റം പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? വലികുല്ലിൻ ളിഅഫുൻ വലാകിൻ ലാ തഅലമൂൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇരട്ടിയുണ്ട്, നിങ്ങളുടെ പ്രപിതാക്കന്മാർക്ക് മാത്രമല്ല നിങ്ങൾക്കുണ്ട് എന്നല്ലേ അള്ളാഹുവിന്റെ മറുപടി. അതുകൊണ്ട് സഹോദരന്മാരെ, വിശ്വാസികളെ, നമ്മൾ പിൻപറ്റേണ്ടത് വിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയുമാണ്. അത് വിശ്വസിക്കേണ്ട മൻഹജ്, അതിന്റെ വഴി എന്ന് പറയുന്നത്, രീതിശാസ്ത്രം എന്ന് പറയുന്നത് നബിയും സഹാബത്തും പിൻപറ്റിയതുപോലെയാണ്. സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നബി ഒരിക്കൽ ചോദിക്കുന്നു, മാലി അറാക മഹ്സൂന യാ സൗബാൻ മാ ഗയ്യറ ലൗനക. എന്താണ് സൗബാൻ, താങ്കളുടെ നിറമൊക്കെ മാറിയിരിക്കുന്നു? യാ റസൂലല്ലാഹ് മാ ബി മറദുൻ വലാ വജ്ഉൻ ഗയ്റ അന്നി ഇദാ ലം അറക ഇസ്തൗഹസ്തു വഹ്ശതൻ ശദീദതൻ ഹത്താ അൽഖാക ثم إني إذا ذكرت الآخرة أخاف ألا أراك لأنك ترفع إلى عليين مع النبيين وإني إن دخلت الجنة كنت في منزلة أدنى من منزلتك. അള്ളാഹുവിന്റെ പ്രവാചകർ, എനിക്ക് രോഗമോ വേദനകളോ ഒന്നുമല്ല, മറിച്ച് താങ്കളെ കാണാണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സ് വല്ലാത്ത മിസ്സിംഗ്, പുതിയ ഭാഷ അതാണ്, വല്ലാത്തൊരു ലോൺനെസ് അനുഭവപ്പെടുന്നു എനിക്ക്, വല്ലാത്തൊരു പ്രയാസം അനുഭവപ്പെടുന്നു എനിക്ക്. അതോടൊപ്പം തന്നെ താങ്കളെ കാണുമ്പോൾ, കാണാതിരിക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആഖിറത്ത് ചിന്തിക്കുന്നു. താങ്കൾ പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലായിരിക്കും, ഞാനാകട്ടെ താങ്കളുടെ പദവിയിൽ നിന്ന് എത്രയോ താഴെയായിരിക്കും. ഇതാലോചിക്കുമ്പോൾ എനിക്ക് വിഷമമാകുന്നു റസൂലേ. ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്, വമയ്യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖ. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ, വമയ്യുതിഇല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചവർ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലായിരിക്കും. ആരാണ് അനുഗ്രഹിച്ചവർ? നബിമാരും സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമാണ് അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, സ്വഹാബത്തിന്റെ ആ ഒരു സ്നേഹം
അതിന്റെ ഒരു എക്സാമ്പിൾ കൂടെയാണ് ഞാൻ പറഞ്ഞത്. തുൽഹ റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും പരിചയമില്ലാത്ത, ആയുധമില്ലാത്ത, പടക്കുപ്പായമില്ലാത്ത ആ ഘട്ടത്തിൽ സ്വന്തം വിരിമാറ് പിളർത്തി കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്ട് ചെയ്തവരാണ് സ്വഹാബത്ത്. മിസ്അബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തെല്ലാം ചിന്നിച്ചിതറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം ശത്രുക്കൾ ഉന്നം വെച്ചപ്പോൾ ഇസ്ലാമിന്റെ പതാക കയ്യിലേന്തി ഉഹുദിന്റെ രണഭൂമിയിലൂടെ തക്ബീറിന്റെ മന്ത്രധ്വനികൾ ഉറക്കെ പ്രഖ്യാപിച്ച് ശത്രുക്കളുടെ അറ്റൻഷൻ നബിയിൽ നിന്ന് തന്നിലേക്ക് ക്ഷണിച്ചു വരുത്തി. നബിയിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തന്ത്രം പ്രയോഗിച്ച മിസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പതാക ഏന്തിയ വലത് കൈ മുറിച്ചു മാറ്റിയപ്പോൾ ഇടത് കൈയിലേക്ക് അത് മാറ്റിപ്പിടിച്ചു. ഇടത് കൈ മുറിച്ചു മാറ്റിയപ്പോൾ അറ്റുതൂങ്ങിയ കൈകളുടെ ബാക്കി കൊണ്ട് അദ്ദേഹം നെഞ്ചകത്തേക്ക് ഇസ്ലാമിന്റെ പതാക ചേർത്തു പിടിച്ചപ്പോൾ മൂർച്ചയേറിയ കുന്തം കൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചകം നോക്കി ശത്രുക്കൾ കുത്തി വീഴ്ത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രവാചക സ്നേഹിയാണ് അവിടെ മരണപ്പെട്ട് കിടക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചുകൊണ്ട്, പ്രവാചകനെ അനുസരിച്ചുകൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിവെക്കാൻ പറഞ്ഞത് മാറ്റിവെച്ചുകൊണ്ട്, പ്രവാചകന്റെ ശരീരത്തെയും ആദർശത്തെയും സ്നേഹിച്ചുകൊണ്ട്, സംരക്ഷിച്ചുകൊണ്ട്, അതിനുവേണ്ടി സ്വന്തം ശരീരവും അവയവങ്ങളും സമ്പത്തും കുടുംബവും ദേശവും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും എല്ലാം ത്യജിച്ചവരാണ് സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരാണ് അശ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ടവർ. 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്ത് പോകുമെന്ന് പറഞ്ഞവർ. അവരെയാണ് പ്രവാചകൻ വാഴ്ത്തിയത്, പുകഴ്ത്തിയത്. ആകാശത്തിന് നക്ഷത്രങ്ങൾ സംരക്ഷണമായതുപോലെ വഅസ്ഹാബി അമനതുല്ലി ഉമ്മത്തി എന്ന് പറഞ്ഞത് അവരെക്കുറിച്ചാണ്. അവരിലെ സ്ത്രീകൾ നബിയെ സ്നേഹിച്ചു. പെണ്ണെ, നിന്റെ ഭർത്താവും നിന്റെ ആങ്ങളെയും നിന്റെ സഹോദരനും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നബിയുടെ അവസ്ഥ എന്നായിരുന്നു ചോദിച്ചത്. നബി ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണിച്ചു തരൂ എനിക്ക് നബിയെ. നബിയെ കാണിച്ചു കൊടുത്തു. നബിയുടെ മുഖത്ത് നോക്കിയിട്ട് അവർ പറഞ്ഞു, നബിയേ, താങ്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ, താങ്കൾക്ക് ശേഷം താങ്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മളെ ബാധിക്കുന്ന എല്ലാ മുസീബത്തും ചെറുതാണ്. ഭർത്താവില്ല, ആങ്ങളയില്ല, സഹോദരന്മാർ, കുടുംബക്കാരെല്ലാവരും മരിച്ചു. നബി ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ മരണമൊന്നും പ്രശ്നമല്ല നബിയെ, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായാൽ മതി എന്നാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യുവാക്കൾക്കും മധ്യവയസ്കർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ ശരീരത്തെയും ആദർശത്തെയും അവർ സംരക്ഷിച്ചു. നബിയുടെ മരണം വരേക്കും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ അവർ പാലിച്ച് മുന്നോട്ട് പോയി. അവരിൽ പലരും ഖിലാഫത്ത് കൊണ്ടു നടന്നു. നബിയുടെ 9 ഭാര്യമാർ നബിക്ക് ശേഷം ജീവിച്ചു. ഹിജ്റ 110 വരെ സ്വഹാബത്ത് ജീവിച്ചു. അവർക്കാർക്കും പരിചയമില്ലാത്ത ആദർശങ്ങളും ആചാരങ്ങളും സഹോദരന്മാരെ ഇസ്ലാമല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ ഇസ്ലാം പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് മരണം വരെ ജീവിതത്തിൽ ആ ഒരു മാർഗം സ്വീകരിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നാം ഭയക്കുന്ന രോഗങ്ങൾ അള്ളാഹു നമ്മെ തൊട്ട് തടുക്കുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും ബലാഅകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിരോധിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ കാരണത്താൽ പിടിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഇൽമും ഈമാനും തഖ്വയും അള്ളാഹു നമുക്ക് ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നൽകപ്പെട്ട എല്ലാറ്റിലും ഖൈറും ബറക്കത്തും ഖുർറത്തു അയ്യുനും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സമാധാന അന്തരീക്ഷം നിലനിർത്തി തരുമാറാവട്ടെ. അനൈക്യവും ചിത്രതയും കലാപവും അള്ളാഹു ഈ രാജ്യത്തെ തൊട്ട് ചെറുക്കുമാറാവട്ടെ. അത്തരം അജണ്ടകൾ മെനയുന്നവർക്ക് അള്ളാഹു സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. അവരുടെ തന്ത്രങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുകയും ഈ രാജ്യത്തിന്റെ അധികാരം രാജ്യസ്നേഹികൾക്ക്, ജനാധിപത്യ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സംരക്ഷകർക്ക് തിരിച്ചു നൽകുമാറാവട്ടെ. അള്ളാഹു ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഫലസ്തീനിലും മറ്റുമൊക്കെ പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെ കൊല്ലാകൊല ചെയ്യുന്നവർക്ക് അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല താൽക്കാലികമായി ഈ ലോകത്ത് അവന് വഴിപ്പെട്ട് ജീവിക്കാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.